ഹായ് കൂട്ടുകാരെ, ഇന്നൊരു സൺഡേ ബ്ലോഗാണ്. ഒരു പ്രഗ്നൻസി സ്പെഷ്യൽ വാട്ടേറ്റിൻ്റെ ഇടയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. രാവിലെ തന്നെ അടുക്കളയിൽ തിരക്കിലാണ് കേട്ടോ. രാവിലെ ദോശ ഉണ്ടാക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് കറിയെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബീഫ് എടുത്തിരുന്നു. അപ്പം ബീഫ് തലേന്ന് സൈഷയുടെ മേടിച്ചിട്ട് വന്നതാണ്. അത് കറി വയ്ക്കണം. അതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറിക്കും. പിന്നെ ഉച്ചയ്ക്ക് ബീഫ് കറി തന്നെയാണ്. വൈകുന്നേരത്തേക്ക് ആ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ സൈഷേട്ടനാണെന്ന് ബീഫ് കറി വെച്ചത്. ഞാൻ വയ്ക്കുന്ന കറി എനിക്ക് തന്നെ പിടിക്കുന്നില്ല, കാരണം എനിക്ക് മനംപുരട്ടലൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ സൈചേട്ടൻ കടയിൽ പോയി പൊറോട്ട മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട എന്നെ കണ്ടിട്ട് കൊതിയായി, പക്ഷേ എനിക്ക് കഴിച്ചുകൂടാ. എന്നിരുന്നാലും കൊതിക്ക് വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ ഒരു പൊറോട്ട എനിക്ക് തന്നു. ഞാനത് ബീഫ് കറിയായിട്ട് തിന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കൂടുതൽ കഴിച്ചുകൂടല്ലോ. പിന്നെ എന്തോ മനസ്സോടെ ദോശയും ബീഫ് കറിയാണ് കഴിച്ചത് ബാക്കി ബ്രേക്ക്ഫാസ്റ്റ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് സൈഷേട്ടനും അബിക്കുട്ടനും എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും ഇന്ന് രാവിലെ തന്നെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കടലമുട്ടായി തിന്നു കേട്ടോ. അത് തലേന്ന് സൈഷേട്ടൻ കടയിൽ പോയി മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനും അബിക്കുട്ടനുമായിട്ടാണ് ഒരു മുട്ടായി തിന്നുവാണ്. അബിക്കുട്ടന് കടലമുട്ടായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അബിക്കുട്ടൻ അടിപൊളി എന്ന് പറയുന്നത്, സൂപ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സൈഷേട്ടൻ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വന്നതാണ്. ഏത്തക്ക ഉണ്ടായിരുന്നു, ആപ്പിളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തലേന്ന് ബദാം പരിപ്പ് വെള്ളത്തിലിട്ട് അത് കുതിർത്ത് അത് കഴിച്ചു കേട്ടോ. പിന്നെ ഇനി ഫോളിക് ആസിഡ് കഴിക്കാൻ പോവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അബിക്കുട്ടന് വീട്ടിലുണ്ടെങ്കിൽ ആൾക്ക് തന്നെ എനിക്ക് നിർബന്ധമാണ്, എനിക്ക് ഗുളിക എടുത്തുതരാൻ അബിക്കുട്ടന് നിർബന്ധമാണ്. ആൾ തന്നെ എടുത്തുതരും. അതിനുള്ള വെള്ളവും എടുത്തുതരും കേട്ടോ. മല്ലിവെള്ളമാണ്. പിന്നെ ഞാൻ ഗുളിക കഴിക്കുന്നത് നോക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ചക്ക തിന്നാൻ കുറേ നാളുടെ കൊതിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധു കുറച്ച് ചക്ക തന്നു. അത് ഞങ്ങളങ്ങ് വെട്ടിപ്പറിച്ചു ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് കുറേ ദിവസം ഞങ്ങൾ അത് എടുത്ത് ഉപയോഗിച്ചു കേട്ടോ. അങ്ങനെ ചക്ക ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് ചക്ക അരിയുവാണ്. അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ചക്ക കുറച്ചെടുത്ത് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമല്ലോ, അതിനും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും മഴ ശക്തിയായിട്ട് ഉറച്ചു കേട്ടോ. പിന്നെ ഈ തിന്നുന്ന സാധനം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് ഞാൻ 2 ആഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്കത് എന്താണോ ഒന്നും എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ചക്കക്കറി വെച്ചു കേട്ടോ. അതിന് വേണ്ടി കടുവറുക്കുവാണ്. നല്ലവണ്ണം വേവുന്ന ചക്കയായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡിന് ചക്കയും ബീഫ് കറി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അബിക്കുട്ടന് ഫുഡ് വാരി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനും കഴിക്കുന്നുണ്ട്. അബിക്കുട്ടന് ഭയങ്കര വികൃതിയാണ് കേട്ടോ. ഫുഡ് കൊടുക്കുന്ന നേരം അവന് മൊബൈൽ വേണം. അതിനാണ് അവൻ കിടന്ന് ഇങ്ങനെ പിടിക്കുന്നത്. മൊബൈൽ കണ്ടു വേണം അബിക്കുട്ടന് ഫുഡ് കഴിക്കുക. അത് നല്ലവണ്ണം മൊബൈലുണ്ട്, നല്ലവണ്ണം ഫുഡ് അബിക്കുട്ടൻ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്കും മഴ നല്ല ശക്തിയായി ഉറച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ആ മഴയത്ത് പോയി കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ, ചക്കയോ ചീനിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു വൈകുന്നേരമൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്കയും ബീഫ് കറിയായിട്ട് കഴിക്കുവാണ്. പിന്നെ ഞാൻ ഇരുട്ടത്തിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മഴ ആയതുകൊണ്ട് കറണ്ട് പോയി, അതുകൊണ്ടാണ് ഒന്നും കാണാൻ പോയത് കേട്ടോ. അങ്ങനെ ഞാൻ അത് കഴിച്ചു. അപ്പോഴത്തേക്കും തന്നെ മഴ നല്ല ശക്തിയായിട്ട് കണ്ടോ ഉറച്ചു. അവിടെ എല്ലാം വെള്ളമൊക്കെ ആയി, നല്ല വെള്ളപ്പൊക്കമായി. പിന്നെ ചക്ക ചിപ്സിനെ ഞങ്ങൾ അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു. മുളക് പൊടി, ചെറിയ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് വരവ് വെച്ചുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ ആ മഴയത്ത് ചിപ്സ് ഉണ്ടാക്കുവാണ്. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് നല്ല വെട്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ടോർച്ച് എടുക്കാൻ പോയ നേരം കൊണ്ട് ആ ചക്ക ഇത്തിരി കരിഞ്ഞല്ല, ഇച്ചിരി ഒരു നിറം ഇതായിപ്പോയി. അത് കഴിക്കാൻ അത്ര വലിയ കുഴപ്പമില്ല, എന്നാലും കരിഞ്ഞു പോയി കേട്ടോ. പിന്നെ രണ്ടാമത് വറുത്താണെങ്കിൽ ഈ മഞ്ഞ കളർ കിടക്കുന്നത് അത് നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ ചായക്ക് എടുത്തു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ചായക്ക് ചിപ്സായിരുന്നു ഞങ്ങൾ ചായയുടെ കൂടെ. അത് കഴിഞ്ഞ് ഞാൻ ചോറെല്ലാം കഴിച്ചിട്ട് ഒരു ഗ്ലാസ് പാല് കഴിച്ചു കേട്ടോ. രാത്രി ഫുഡ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. താങ്ക്